അടിയന്തരമായി ജില്ലാ ആശുപത്രിയായി ഉയർത്തുക. കാഷ്വാലിറ്റിയിൽ മതിയായ ഡോക്ടർമാരെ നിയമിക്കുക. 24 മണിക്കൂറും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ഉറപ്പുവരുത്തുക. മലിനജലം ഒഴുക്കിവിടാൻ പുതിയ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുക. സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കുക. വരുന്ന രോഗികളെ ആറ്റിങ്ങലിലും മറ്റും അയക്കുന്ന പ്രക്രിയ ഒഴിവാക്കി ഇവിടെ സേവനം ഉറപ്പാക്കുക. നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം അവസാനിപ്പിക്കുവാൻ നടപടിയെടുക്കുക. പുതിയ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തന സജ്ജമാക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJPയുടെ പ്രതിഷേധ മാർച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് SBI ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി പുറപ്പെട്ട് താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ എത്തുന്നു. BJPയുടെ പ്രതിഷേധ മാർച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് SBI ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ആശുപത്രി അടച്ചുപൂട്ടാൻ നോക്കുന്നേ. ഡോക്ടറില്ല നഴ്സില്ല, ഡോക്ടറില്ല നഴ്സില്ല, മരുന്നില്ല സൂചിയില്ല, മൂക്കിൽ വെക്കാൻ പഞ്ഞി മാത്രം. മറുപടി പറയൂ സർക്കാരെ, മറുപടി പറയൂ അധികാരികളെ. ജയ് ബോലോ ജയ് ഭാരത് മാതാ, പ്രതിഷേധം പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം. മറുപടി പറയൂ സർക്കാരെ, നമ്മുടെ നാട്ടിലെ ആശുപത്രി അടച്ചുപൂട്ടാൻ നോക്കുന്നു. വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട സർക്കാരെ. ജയ് 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 BJP, ജയ് ബോലോ ജയ് ഭാരത് മാതാ. കള്ള കള്ള പിണറായി, കാട്ടുകള്ള പിണറായി. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ മോദിയെ കണ്ടു പഠിച്ചൂടെ, യോഗിയെ കണ്ടു പഠിച്ചൂടെ. കള്ള കള്ള പിണറായി, കാട്ടുകള്ള പിണറായി. മരുമോന്റെ കൂട്ടുപിടിച്ച് കട്ടുമുടിച്ച് ഭരിക്കുന്നു, കട്ടുമുടിച്ച് ഭരിക്കുന്നു. അല്ലോ മിസ്റ്റർ പിണറായി, ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒന്നായി തന്നെ പറഞ്ഞേക്കാം. പറയുവതാരെന്നോർത്തോളൂ, BJP പറയുന്നേ. ചബളോ ഭാരത് മാതാക്ക്, ചബളോ ഭാരത് മാതാക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ധർണയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ചിറയൻകീഴ് പഞ്ചായത്ത് അനന്തലവട്ടം മെമ്പർ ശ്രീ മേടയിൽ ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. റജികുമാർ ഈ യോഗത്തിന് മുഖ്യപ്രഭാഷണം ജില്ലാ ട്രഷറർ ഗണേഷ് ജി ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സമിതി അംഗം ബക്കം ശ്രീ അജിത്, ഈ ചിറയൻകീഴ് മണ്ഡലത്തിൻ്റെ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് വിജീഷ് കുടവൂർ, ജനറൽ സെക്രട്ടറി അഭിജിത്ത്, മറ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രമുഖ സംഘടനാ നേതാക്കളെ, എല്ലാവർക്കും എൻ്റെ പേരിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ കാലമായി ചിറയൻകീഴിൻ്റെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ
ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പക്ഷേ ഇതുമായിട്ട് ഇറങ്ങാൻ വളരെ ലേറ്റായി പോയി എന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യമേ അറിയിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ഈ ചിറയൻകീഴിൻ്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് നമ്മൾ നിവേദനങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രാഫിക് പ്രശ്നങ്ങളും ഉണ്ട്. ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ വന്നതിന് മുന്നോട്ട് ആശുപത്രിയിലേക്ക് എമർജൻസി ആയിട്ട് വരുന്നവർക്ക് എത്തിച്ചേരാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ശോചനീയാവസ്ഥയ്ക്ക് എതിരെ സംസാരിക്കുന്നതിനായി നമ്മുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് BJPയുടെ ആരാധ്യനായ ശ്രീ രജികുമാർ അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. ഞങ്ങളുടേതായ ഒരു സമര പരിപാടിയുമായിട്ട് ഇതിന്റെ മുന്നിലേക്ക്, ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക്, മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഞങ്ങൾ കടന്നു വരും. ഇതൊരു സൂചനയാണ്. ഞങ്ങൾക്ക് നമ്മുടെ ആരോഗ്യ മേഖല സംരക്ഷിക്കുവാൻ, ആ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള ഒരു സഹന സമരമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണ്. ഇത് ഞങ്ങൾ ഇവിടുത്തെ ഡോക്ടർമാരോട് ഞങ്ങൾക്കെതിരെയില്ല, ഇവിടുത്തെ നഴ്സുമാരോടും ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഉള്ളത് ഈ പറഞ്ഞത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മാറിക്കൊണ്ടിരിക്കുമ്പോ എന്തുകൊണ്ട് ചിറയൻകീഴിനെ അവഗണിക്കുന്നു, ചിറയൻകീഴിലുള്ളവരെല്ലാം മനുഷ്യരല്ലേ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഈ ധർണാ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രൊഫസർ ഗണേശ് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഈ ഹോസ്പിറ്റലുമായി സംബന്ധിക്കുന്ന മറ്റ് കാര്യങ്ങൾ നിങ്ങളോട് വിശദമായി തന്നെ ആ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തിന് ഈ മൈക്ക് കൈമാറും. ആരോഗ്യരംഗം എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടുന്ന മേഖലയാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ കടമയും ധർമ്മവുമാണ്. കേരളത്തിൽ ആ ധർമ്മം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. കേരളത്തിൽ നമ്മൾ അടുത്ത കാലത്ത് കണ്ടുവരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്താൽ, ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി, കേരളത്തിലെ ആരോഗ്യ അവസ്ഥ വളരെ മോശമായി പോയിരിക്കുന്നു. നേരത്തെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി ബിന്ദു എന്ന് പറയുന്ന സ്ത്രീക്ക് ഉണ്ടായ ദാരുണമായ അന്ത്യം. അതുമാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചു. ഒരു സഹോദരി അവരുടെ ഭർത്താവുമായി ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്ക് അവിടെ OP കൗണ്ടറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ മുകളിൽ നിന്നും കോൺക്രീറ്റ് പാളുകൾ അടർന്നു വീണ് അവരുടെ കൈക്ക് പൊട്ടലുണ്ടായി. ആശുപത്രികളുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ഇത് മാത്രമല്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായാലും കേരളത്തിലെ മറ്റ് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലായാലും PHC മുതലുള്ള മുകളിലോട്ടുള്ള ഏതൊരു ആശുപത്രിയിൽ പോയാലും അവിടെ നമുക്ക് ആവശ്യമായ ചികിത്സ കിട്ടുന്നുണ്ടോ, ചികിത്സാ സൗകര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കേരളത്തിൽ പണ്ട് കാലത്തുണ്ടാക്കി വെച്ച അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അല്ലാതെ വീണ വിജയൻ പറയും പോലെ ഇവിടുത്തെ സിസ്റ്റത്തിന് മറ്റൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ വിജയന്റെ തള്ളു മാത്രമാണ് ഇവിടെ നടക്കുന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യം, അവിടെ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന അതിവിദഗ്ധനായ ഒരു യൂറോളജിസ്റ്റ്, അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടി, സർജറി ചെയ്യാൻ വേണ്ടി അവിടെ ആവശ്യമായ സാധനങ്ങളില്ല എന്ന് പുറത്ത് പറയേണ്ടി വന്നു. അങ്ങനെ പുറത്ത് പറയേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിനെ ക്രൂശിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഇന്ന് നടത്തിയ ഈ ധർണ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ട് നിരവധിയായ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പൊതു ആരോഗ്യരംഗം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ട് രാജ്യത്തെ ആരോഗ്യരംഗം വളരെയധികം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഈ താലൂക്ക് ആശുപത്രി മാത്രമല്ല,
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോയി നോക്കണം. അവിടെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ തറയിൽ പോലും കിടത്തുവാനിടയില്ലാത്ത, മരുന്നില്ലാത്ത, ഡോക്ടർമാരില്ലാത്ത അവസ്ഥ. അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ, ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഗ്രാമപ്രദേശത്തെ ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികളൊക്കെ ആശ്രയകേന്ദ്രമായ ഈ താലൂക്ക് ആശുപത്രി, ആ താലൂക്ക് ആശുപത്രിയെ ശരിയായി പരിഗണിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവന്റെ ജീവനെ സംരക്ഷണം നൽകുന്ന രൂപത്തിൽ അതിനെ പരിപാലിക്കുവാൻ ഈ നാട്ടിൽ MLA ഇല്ലേ, MP ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ നാട്ടിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികൾക്ക് ഈ നാട്ടിലെ ഈ താലൂക്ക് ആശുപത്രിയെ ഒരു ജില്ലാ ആശുപത്രിയായി ഉയർത്തിക്കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളുടെ ആശ്രയകേന്ദ്രമായ ഈ താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. കഴിഞ്ഞ 10-75 വർഷക്കാലം കേരളത്തിന്റെ ഭരണം 2 മുന്നണികൾ മാറി മാറി ഭരിച്ചു കഴിഞ്ഞപ്പോ ഈ നാട്ടിലെ ആരോഗ്യരംഗത്തിന്റെ സ്ഥിതിയാണ്, ഈ നാട്ടിലെ ആശുപത്രികളുടെ സ്ഥിതിയാണ്, എന്തുമാത്രം പുരോഗതി ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെ പൊതുമേഖല ആരോഗ്യ രംഗങ്ങളൊക്കെ തകർന്നടിയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവന് എന്ത് ഉത്തരവാദിത്വമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നതെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് 11 മണിക്ക് തുടങ്ങിയ നമ്മുടെ ധർണയാണ്. നല്ല രീതിയിൽ ഇത് വിജയിപ്പിച്ച എല്ലാ പാർട്ടി പ്രവർത്തകർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.